എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ മാതുര അവൻ സാസുകെ അച്ചരം പൊച്ചരം വെട്ടി അങ്ങനെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. അതേസമയം മറ്റൊരു ഭാഗത്ത് ആ ബ്ലാക്ക് സെറ്റ്സു അത് ഒബീട്ടോടെ റെനീഗൻ കണ്ണ് അത് വലിച്ചു പറിച്ചെടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും. ഇവിടെ സാക്കുറ അവളിപ്പോ അവളുടെ ഫുൾ പവർ എടുത്ത് നറൂട്ടോയെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും നറൂട്ടോയില് യാതൊരു വ്യത്യാസവും കാണില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സാസുക അവനും ഒരനക്കവും ഇല്ലാതെ വീണ് കിടക്കും. ഇവിടെ കരീന് അവളുടെ ടെൻഷൻ കൂടി വരും. അവള് പറയും, ഇങ്ങനെ പോവാണെങ്കിൽ സാസുക അവൻ എന്നേക്കുമായി നമുക്ക് നഷ്ടപ്പെടും. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. ഇവിടെ സാക്കുറ അവൾ ഒരുപാട് നേരം ശ്രമിച്ചു കൊണ്ടേയിരിക്കുമെങ്കിലും കുട്ടപ്പന്റെ ബോഡിയിൽ യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. മാത്രമല്ല ആ നയൻറ്റീലിന്റെ പ്രസൻസ് അതവൾക്ക് ഫീൽ ചെയ്യില്ല. ഗാറയോട് ചോദിക്കും, കുട്ടപ്പന് ശരിക്കും എന്താ സംഭവിച്ചേ, നമ്മളിപ്പോ എവിടേക്കാ പോണേ? അതിന് ഗാറ പറയും, കുട്ടപ്പന്റെ ബോഡിയിലെ നയൻറ്റീൽ പവർ അതവന് നഷ്ടപ്പെട്ടു. മാതുര അവൻ ഓൾറെഡി അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് അവന്റെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്തു. പക്ഷേ നയൻറ്റീൽ പോകുന്നതിന് മുൻപായി എന്നോടൊരു കാര്യം പറഞ്ഞു, കുട്ടപ്പന് നയൻറ്റീൽ പവർ നഷ്ടായ ഉറപ്പായിട്ടും അവൻ മരിക്കും. സോ എത്രയും പെട്ടെന്ന് നറൂട്ടോയെ മിനട്ടോയുടെ അടുത്തെത്തിക്കണമെന്ന്. മിനട്ടോയുടെ ബോഡിയിലെ നയൻറ്റീല് അത് കുട്ടപ്പന്റെ ബോഡിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കുട്ടപ്പന് അവന്റെ ജീവൻ നഷ്ടാവില്ല. അതുകൊണ്ട് ഞാനിപ്പോ മിനട്ടോയുടെ അടുത്തേക്കാണ് നറൂട്ടോയെ കൊണ്ടുപോകുന്നത്. കട്ട് ചെയ്ത ഗാറ അവൻ പറയും, നമ്മുടെ മുൻപില് ഈ ഒരു വഴി മാത്രമേ ഇനി ബാക്കിയുള്ളൂ. കുട്ടപ്പനെ രക്ഷിക്കാനാണ് നയൻറ്റീൽ അവസാന സമയത്ത് കുട്ടപ്പനെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. ഇനി അധിക ദൂരമൊന്നും പോകേണ്ട ആവശ്യമില്ല. അടുത്ത് തന്നെയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് മിനട്ടോയുടെ അടുത്തേക്ക് എത്താൻ കഴിയും. സാക്കുറ പറയും, എന്തൊക്കെ സംഭവിച്ചാലും കുട്ടപ്പന് അവനൊരു പോറല് പോലും ഏൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. മിനട്ടോയുടെ അടുത്തേക്ക് അവൻ എത്തുന്നത് വരെ അവൻ ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് അത് ഞാൻ കൊടുക്കും. സാക്കുറ ഇപ്പോ അവളുടെ ഫുൾ പവർ കയ്യിലെടുത്ത് കുട്ടപ്പനെ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. കുട്ടപ്പന്റെ ഇടുപ്പ് ഭാഗം അത് കട്ട് ചെയ്ത് കൂടുതൽ ചക്ര പവർ അവൾ അതിലേക്ക് പമ്പ് ചെയ്യും. അതിനുശേഷം സ്ലോ ഡൗൺ ആവുന്ന അവന്റെ ഹാർട്ട് ബീറ്റ് അത് അവൾ കൂട്ടി കൊണ്ടുവന്ന് അവന്റെ ജീവൻ അത് പിടിച്ചു നിർത്തും. ഗാറയാണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ഉടനെ ഗാറ അവൻ വിളിച്ചു പറയും, സാക്കുറ പിടിച്ചു നിന്നോ, ഞാൻ എന്റെ സ്പീഡ് അത് ഡബിൾ ആക്കാൻ പോവാണ്. ഉടനെ ഗാറ അവന്റെ സ്പീഡ് അത് ഡബിൾ ആക്കി മിനട്ടോയുടെ അടുത്തേക്ക് കുതിച്ചു പായും. കട്ട് ചെയ്ത ഇവിടെ ടോബിറാമ അവന്റെ ബോഡിയിൽ ഒരുപാട് റാഡൊക്കെ അങ്ങനെ തറച്ചു കയറി ഒന്നനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ അങ്ങനെ വീണ് കിടക്കുകയാണ്. അവന്റെ തൊട്ടു മുൻപില് ചോര തുളുമ്പി ബോധം കെട്ട് വീണ് കിടക്കുന്ന സാസുക. ടോബിറാമയ്ക്കാണെങ്കിൽ ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ നിസ്സഹായനായി സാസുകയെ നോക്കി നിൽക്കും. അപ്പോഴായിരിക്കും കരീൻ അവളിപ്പോ സാസുകയുടെ പേര് വിളിച്ച് നിലവിളിച്ച് അവിടേക്ക് ഓടി വരിക. ഉടനെ സുഗട്സുവിന്റെ ആ ഒരു വുഡ് സ്റ്റൈല് അതിപ്പോ കാരീനെ പിടിച്ചു വലിക്കും. കാരീനയ്ക്ക് ഫുൾ കലിപ്പളകി അവളുടെ ഉസുമാക്കി പവർ അത് വെച്ച് ആ ഒരു വുഡ് ജിപ്സു അത് തല്ലി തകർക്കാൻ തുടങ്ങും. വൈറ്റ് സെറ്റ്സ് പോലും ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് അവിടെ നോക്കും. വൈറ്റ് സെറ്റ്സും ആണെങ്കിൽ ഒരു കട്ട ഉപയോഗിച്ച് അവളുടെ വയറ്റിൽ ആഞ്ഞു കുത്തും. ഉടനെ അവളുടെ വയറ്റിലൂടെ ഇപ്പൊ വുഡ് ജിപ്സു അത് ക്രിയേറ്റ് ആയി പുറത്തേക്ക് വരും. പക്ഷെ കരീന അവൾ വിട്ടുകൊടുക്കില്ല. അവൾ അവളുടെ കൈ തന്നെ കടിച്ച് അവളുടെ പവർ എൻഹാൻസ് ചെയ്യും. എന്നിട്ട് വീണ്ടും ആ വുഡ് ജിപ്സു തകർത്തെറിഞ്ഞ് സുഗട്സുവിന്റെ തലയ്ക്ക് തന്നെ ആഞ്ഞൊരടി. ആ ഒരു അടിയില് അവൻ തെറിച്ചു പോയി അടിച്ചു വീഴും. അത് കണ്ട് ഒറോച്ചിമാറു അവൻ അങ്ങനെ പറന്നു വന്ന് വൈറ്റ് സെറ്റ്സിന്റെ ബോഡിയിൽ അവന്റെ കേഴ്സ് മാർക്ക് പവർ അതുപയോഗിച്ച് അങ്ങനെ സീൽ ചെയ്യാൻ തുടങ്ങും. കരീനയാണെങ്കിൽ അവളുടെ ബോധം നഷ്ടപ്പെട്ട് താഴെ വീണ് കിടക്കുകയാണ്. അത് കണ്ട ജൂഗോ ഉടനെ അവൾക്ക് ആവശ്യമായിട്ടുള്ള പവർ അത് അവന്റെ ബോഡിയിൽ നിന്ന് അവൾക്ക് കൊടുക്കും. ഇവിടെ വൈറ്റ് സെറ്റ്സു അവന്റെ ബോഡിയിലെ ആസ്ത്രാമയുടെ പവർ അവൻ അതുപയോഗിച്ച് മിനിറ്റുകൾ കൊണ്ട് ഒറോച്ചിമാറുവിന്റെ കേഴ്സ് മാർക്ക് പവർ അത് ഇല്ലാതാക്കും. പക്ഷെ എന്താ, അപ്പോഴേക്ക് ഒറോച്ചിമാറും ടീമും ഇപ്പൊ സാസുകയുടെ അടുത്തേക്ക് പോയിരിക്കും. ജൂഗോ ടെൻഷനായിട്ട്, കരീന നീ ഓക്കെ അല്ലേ? അതിനവള് പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ മാതുര അവനാണെങ്കിൽ ആ ഗൈഡ് സ്ട്രെച്ചു അത് വീണ്ടും ക്രിയേറ്റ് ചെയ്ത് അത് അവന്റെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാണ്. അങ്ങനെ പതിയെ അവനിപ്പോ ആ സ്റ്റേജ് ഓഫ് സിക്സ് പാത്തായി കൺവേർട്ട് ആവുകയാണ്. മാതുരയാണെങ്കിൽ ഒബീട്ടോയെ പോലെയല്ല, വളരെ ഈസിയായി ആ ടേൺ ടൈലിനെ കൺട്രോൾ ചെയ്യും. മാതുര പറയും, അങ്ങനെ ഒരു വിധത്തില് എന്റെ ആഗ്രഹം ഞാൻ സാക്ഷാത്കരിച്ചു. എന്റെ അടുത്ത കണ്ണ് അതും കൂടെ എത്രയും പെട്ടെന്ന് എനിക്ക് സ്വന്തമാക്കണമെന്ന് പറഞ്ഞ് അവൻ ഒബീട്ടോയുടെ അടുത്തേക്ക് പോവും. ഇവിടെ സാക്കുറ ആണെങ്കിൽ വീണ്ടും കുട്ടപ്പന് പവർ കൊടുത്തുകൊണ്ടേയിരിക്കും. നറൂട്ടോ, ഒരു കാരണവശാലും നിന്റെ സ്വപ്നങ്ങളെ ഉപേക്ഷിച്ച് നീ പോവരുത്. കട്ട് ചെയ്ത വീണ്ടും ഇപ്പൊ സാസുകയെ കാണിക്കും. സാസുകയുടെ അടുത്തേക്ക്
ആരോ ഒരാൾ നടന്നു വരും. മറ്റൊരു ഭാഗത്ത് ഒറോച്ചിമാറും ടീമും അവർ സാസുകയുടെ അടുത്തേക്ക് ഓടി അടുക്കാണ്. ജൂഗോയ്ക്കാണെങ്കിൽ അവന്റെ ഹാർട്ട് ബീറ്റ് അത് കൂടി വരും. കാരണം സാസുക അവൻ മരണത്തോട് മല്ലടിക്കാണ്. ഒരുപക്ഷെ ഒറോച്ചിമാറു അവൻ ഈ ഒരു അവസരം മുതലെടുത്ത് സാസുകയുടെ ബോഡി അത് അബ്സോർബ് ചെയ്തെടുക്കുവോ എന്നായിരിക്കും അവന്റെ ടെൻഷൻ. ഇവിടെ കരീനാണെങ്കിൽ മറ്റാരുടെയോ ചക്ര പവർ അത് സെൻസ് ചെയ്യാൻ തുടങ്ങും. കരീം പറയും സാസുകയുടെ അടുത്തേക്ക് മറ്റാരോ എത്തിക്കഴിഞ്ഞു. അതൊരു വലിയ പവറുള്ള ആളാണ്. ആളെന്താണ് അവനെ ചെയ്യാൻ പോകുന്നതെന്ന് ഒരു പിടിയുമില്ല. ഒറോച്ചിമാറുവിനാണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. ഒറോച്ചിമാറു പറയും ഒട്ടും സമയം കളയരുത്. എത്രയും സ്പീഡില് നമുക്ക് പോവാൻ കഴിയോ അത്രയും സ്പീഡില് നമ്മൾ പോയി സാസുകയെ രക്ഷിക്കണം. കട്ട് ചെയ്താ മൈറ്റ് ഗൈ ആളിപ്പോ ഫുൾ പവറില് ലിയോടും ടെൻറ്റനോടും പറയും നമ്മുടെ ടീമിന്റെ പവർ അത് കാണിക്കാൻ സമയമായി. സോ എത്രയും പെട്ടെന്ന് നമുക്ക് ആ ബാറ്റിൽ ഫീൽഡിൽ എത്തണമെന്ന് പറഞ്ഞ് മൈഗൈ മുൻപോട്ട് ചാടും. പക്ഷെ അടുത്ത സെക്കൻഡ് ആളെ കൊണ്ട് ഒരു സ്റ്റെപ്പ് പോലും എടുത്തു വെക്കാൻ വയ്യാതെ അങ്ങനെ തളർന്ന് ലീയുടെ ബോഡിയിലേക്ക് ലീയുടെ ഷോൾഡറിലേക്ക് അങ്ങനെ ചാഞ്ഞു കിടക്കും. ലീ ഷോക്കായിട്ട് മാസ്റ്റർ എന്തു പറ്റി, എന്താ ഉണ്ടായേ? ലീയും ടെൻറ്റനും അവർ ഷോക്കായി പരസ്പരം നോക്കുമ്പോഴായിരിക്കും ഗാറയുടെ സാൻഡ് അതിപ്പോ അവർക്ക് മുകളിലൂടെ വമ്പ സ്പീഡില് പറന്നു പോകുന്നതായിട്ട് കാണുക. അവർക്ക് 3 പേർക്കും പിടികിട്ടും എന്തോ വലിയ കുഴപ്പം നടന്നിട്ടുണ്ട്. കാരണം ഓൾറെഡി നറൂട്ടോയുടെ 9 ടൈൽ പവർ അതിപ്പോ കാണാനില്ല. മാത്രമല്ല സാസുക അവൻ എന്ത് സംഭവിച്ചുവെന്നും ഒരു ഐഡിയയും ഇല്ല. ഒരുപാട് നേരമായി കാക്കാഷി മാസ്റ്ററിന്റെ അഡ്രസ്സും ഇല്ല. ഉടനെ മൈഗൈ പറയും എന്റെ രക്തം തിളക്കുകയാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ഉറ്റ സുഹൃത്ത് കാക്കാഷിയെ കണ്ടെത്തണം. അതിന് റോക്ലി പറയും എനിക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് നറൂട്ടോയെയും സാസുകയെയും അവർ രണ്ടുപേരെയും കണ്ടെത്തണം. എന്റെയും ചോര തിളയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും നിലത്ത് കുത്തിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കും. അത് കേട്ട് ടെൻറ്റൻ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരു മണ്ടന്മാരാണല്ലോ എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈ കൊടുക്കും. നെജി നീ ഈ മണ്ടന്മാരുടെ നടുവില് എന്നെ ഇട്ടിട്ട് പോയല്ലേ, ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടു പോയെന്ന് പറഞ്ഞ് അവൾ ഒരുപാട് വിഷമത്തില് അങ്ങനെ തല കുനിച്ച് നിൽക്കും. അതേസമയം ഇവിടെ ഒബീട്ടോ അവൻ കാക്കാഷിയോട് വിളിച്ചു പറയും കാക്കാഷി ഈ ബ്ലാക്ക് സെറ്റ്സു അവൻ എന്റെ കണ്ണെടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവനെ തടയണം. അത് കേൾക്കുമ്പോ ഇപ്പൊ കാക്കാഷിക്ക് കുറച്ച് സമാധാനാവും. കാരണം അവന്റെ തെറ്റ് ചെറുതായിട്ട് ബോധ്യായെന്ന് കാക്കാഷിക്ക് പിടികിട്ടും. ഉടനെ കാക്കാഷിയും മിനട്ടോയും അവര് ബ്ലാക്ക് സെറ്റ്സുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഒബീട്ടോയുടെ അടുത്തേക്ക് പോവും. മറ്റൊരു ഭാഗത്ത് സാക്ഷാൽ മാതുറ അവന്റെ വെയിറ്റ് താങ്ങാൻ കഴിയാതെ സേജ് ഓഫ് സിക്സ് പാത്തിന്റെ 2 ടൂള് അത് പുറത്തേക്ക് തുപ്പി അവന്റെ വെയിറ്റ് കുറച്ച് വീണ്ടും സ്പീഡിൽ മുൻപോട്ട് പോവും. താഴേക്ക് വീണ ആ നിഞ്ച ടൂൾസ് അതങ്ങനെ തെറിച്ചു വന്ന് മൈഗയുടെയും ലീയുടെയും ദേഹത്തേക്ക് അടിച്ചു വീഴും. അതുകൊണ്ട് ടെൻറ്റൻ അവള് ഷോക്കാവും. അവള് പറയും ഇതാ സേജ് ഓഫ് സിക്സ് പാത്തിന്റെ നിഞ്ച ടൂളാണ്, ഇതെങ്ങനെ ഇവിടെ എത്തി? കട്ട് ചെയ്ത മിനട്ടോയും കാക്കാഷിയും അവർ രണ്ടുപേരും ലൈറ്റ്നിങ് പവറും റെസനഗൺ പവറും അത് കയ്യിലെടുത്ത് ഇപ്പൊ ബ്ലാക്ക് സെറ്റ്സും അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും മിനട്ടോയുടെ ബോഡിയിലെ ആ 9 ടൈല് അത് മിനട്ടോട് പറയാ കുട്ടപ്പന്റെ ബോഡിയിലുണ്ടായിരുന്ന 9 ടൈലിനെ അതിനെ ഓൾറെഡി ആ മാതുര അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. അത് കേട്ട് മിനട്ടോ അവനിപ്പോ ആ 9 ടൈൽ മോളിൽ നിന്ന് മാറി നോർമലായി തീരും. അപ്പൊ കറക്റ്റ് ടൈമില് ഗാറയും സാക്കുറയും നറൂട്ടോയും അവർ 3 പേരും അവിടേക്ക് എത്തും. ഗാറ ടെൻഷനായിട്ട് പറയും നറൂട്ടോയുടെ ബോഡിയിലെ 9 ടൈലിനെ മാതൃ അബ്സോർബ് ചെയ്തു. 4th ഹോക്കാഗെ മിനട്ടോ നിങ്ങളുടെ ബോഡിയിലുള്ള ആ 9 ടൈലിനെ കുട്ടപ്പന്റെ ബോഡിയായിട്ട് കമ്പൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഉറപ്പായിട്ടും കുട്ടപ്പൻ അവന്റെ ജീവൻ അത് നഷ്ടാവും. അത് കേൾക്കേണ്ട താമസം മിനട്ടോയും സാക്കുറയും അവർ 2 പേരും ചേർന്ന് ആ 9 ടൈലിനെ കുട്ടപ്പന്റെ ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാണ്. അതേസമയം ഗാറയും കാക്കാഷിയും അവർ ആ ബ്ലാക്ക് സെറ്റ്സുവിനെ നേരിടാൻ അവന്റെ അടുത്തേക്ക് നടന്നെടുക്കും. ഉടനെ മിനട്ടോ അവനിപ്പോ ഒരു സെക്കൻഡ് ഗുഷീനെ ആയിട്ടുള്ള ചില മൊമെന്റ്സ് അത് ആലോചിക്കാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത പ്രസന്റില് മിനട്ടോ ആണെങ്കിൽ അവന്റെ 9 ടൈലിനെ നറൂട്ടോയുടെ ബോഡിയിലേക്ക് അങ്ങനെ കയറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പോഴായിരിക്കും ആ ബ്ലാക്ക് സെറ്റ്സു അവൻ അവരുടെ ഇടയിലേക്ക് വന്ന് ഇപ്പൊ ആ ഒരു 9 ടൈലിന്റെ പവറിനെ അവൻ അബ്സോർബ് ചെയ്തെടുക്കും. അത് കണ്ട് നമ്മുടെ ആൾക്കാർ ഫ്രീസായി പോവും. നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ മാതുര അവനിപ്പോ അവിടേക്ക് ചാടി വീഴും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.